ഹലോ, ഇത് ഞങ്ങൾ ഫാൻറ്റസി പാർക്കിൽ പോയപ്പോൾ ഒരു റൈഡിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും കൂടിയിട്ടാണ് കേട്ടോ ഇതിൽ കയറിയത്. അപ്പോൾ ഇത് ഞങ്ങൾ കയറാൻ വേണ്ടി പോകണമായിരുന്നു. അത് വർക്കിംഗ് ഒന്നും അല്ല, അത് പ്രവർത്തിക്കണമൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ കറങ്ങലായിരിക്കും, അത് കുറച്ചൊരു സ്പീഡിലുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങും, അത്ര മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങളതിൽ കയറി, ഞാൻ അവളെ വലിച്ചുകൊണ്ട് കയറി, ഞാനും അവളും കയറി. പിന്നെ എൻ്റെ മോളുടെ കൂട്ടുകാരികളുടെ അമ്മമാരും ഉണ്ടായിരുന്നു കേട്ടോ, അവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരും കയറി, നമുക്കിതിൽ കയറാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ ഓക്കെ ആയിരുന്നു, ഇത്ര വരെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്പീഡും പിന്നെ ഒന്ന് ചെരിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പോവും, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നോക്കണ നേരത്ത്, ഞങ്ങളവിടെ ചെല്ലണ നേരത്ത് ഇത് വർക്ക് ചെയ്യണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു പോർഷൻ മാത്രമല്ല, ഇതിനകത്ത് വേറെ രീതിയിലും അത് കറങ്ങുന്നുള്ളത്. കുറേ കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾക്ക് മനസ്സിലായേ. ഭയങ്കരമായിട്ട് എന്താ പറയുക, അവൾക്ക് നല്ല പേടിയായിരുന്നു. പിന്നീടൊന്നും ഇങ്ങനെ സഹിച്ചിരുന്നു. ഇത് നമുക്ക് നിർത്താൻ പറയാനും പറ്റില്ലല്ലോ. ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഞങ്ങളുടെ കിളി പോയി എന്ന് പറയാം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇത്രയൊന്നും ഇതൊക്കെ ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കയറൂലായിരുന്നു. അവളൊരിക്കലും കയറില്ലായിരുന്നു. ഞാൻ പിന്നീട് വേണമെങ്കിൽ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടൊന്ന് കയറുമായിരുന്നു. എന്നാലിത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആർക്കെങ്കിലും കയറാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തേലൊക്കെ കയറിക്കോ. ഇതിങ്ങനെയാണ് സംഭവം, ചെറിയ ഇതൊന്നുമല്ല, നല്ല വലുതായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വട്ടം കറങ്ങിയിട്ടൊക്കെ പോകും, നല്ല സ്പീഡിൽ. അപ്പോൾ എനിക്കും അതെ ഭയങ്കര ഇത്. ഞാൻ അറ്റത്തിരുന്നായിട്ടാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി പേടിച്ചത്. ഞാനിപ്പോൾ സെക്കൻഡ് അതിൻ്റെ തറ്റത്തന്നാണ്ട് അപ്പുറത്തെ സൈഡിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ശ്രീലക്ഷ്മിയാണ് ഈ സൈഡിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വീഴുമോയെന്നൊക്കെ ഇങ്ങനെ ഒരു ഭയമാണ് നമുക്ക്. ഇതിനകത്ത് സീറ്റ് ബെൽറ്റൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊരു പേടിയും വെപ്പിടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് കയറിയപ്പം. എങ്ങനെയെങ്കിലും ഒന്ന് നിന്ന് കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന്. അതിന് ഞാൻ മക്കളോട് പറഞ്ഞു അതൊന്ന് വീഡിയോ എടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ കൊടുത്തിട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് അവളെന്നെ കൊന്നില്ല എന്നുള്ള ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കയറി അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല അവൾ തലകറങ്ങാൻ ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു തലകറക്കും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഛർദ്ദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.